+1 സുവോളജി ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഏവർക്കും സ്വാഗതം. ഫൈലം കോർഡേറ്റയുടെ 4 പ്രധാന സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഏതൊക്കെയാണ് ആ സവിശേഷതകൾ? ഫസ്റ്റ് വൺ, പ്രസൻസ് ഓഫ് നോട്ടോകോഡ്. സെക്കൻഡ് വൺ, പ്രസൻസ് ഓഫ് ഡോർസൽ ട്യൂബുലാർ നെർവ് കോഡ്. തേർഡ് വൺ, presence of pharyngeal gill slits, and fourth one, presence of post anal tail. അതുകൂടാതെ കോർഡേറ്റയുടെ ക്ലാസിഫിക്കേഷനും സബ്ഫൈലം യൂറോകോർഡേറ്റ, സെഫാലോകോർഡേറ്റ, വെർട്ടിബ്രേറ്റ തുടങ്ങിയവയുടെ സവിശേഷതകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് വെള്ളത്തിൽ കാണുന്ന ചില ജീവികളെക്കുറിച്ചാണ്. ഫിൻസ് ഉപയോഗിച്ച് സമുദ്രത്തിലും അതുപോലെ ശുദ്ധജലത്തിലും യഥേഷ്ടം നീന്തി തുടിച്ച് നടക്കുന്ന ഒരു കൂട്ടം ജീവികളെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ് us take a journey into the world of these animals. Please watch this video. എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ? Can you tell me the superclass to which these organisms belong to? ഈ കണ്ട ജീവികൾ ഏത് സൂപ്പർ ക്ലാസ്സിൽ പെട്ടവയാണെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? Yes, you are right. They belong to superclass Pisces. അഥവാ നമ്മൾ കണ്ടത് വിവിധ ഇനം മത്സ്യങ്ങളെയാണ്. മത്സ്യങ്ങൾ സൂപ്പർ ക്ലാസ് സ്പീസീസിൽപ്പെട്ട ജീവികളാണ്. സൂപ്പർ ക്ലാസ് സ്പീസീസ് ഈസ് ഡിവിസിബിൾ ഇൻടു 2 classes. Which are they? Class Chondrichthyes, which includes cartilaginous fishes, and class Osteichthyes, which includes bony fishes. Class Chondrichthyes, which includes cartilaginous fishes, and class Osteichthyes, which includes bony fishes. What are the characteristic features of class Chondrichthyes? As the name shows, Chondrichthyes means those organisms which have cartilage, or these organisms are referred to as cartilaginous fishes. In these organisms, the notochord is replaced by a cartilaginous endoskeleton. ഈ ജീവികളിലെല്ലാം തന്നെ നോട്ടോകോഡ് കാർട്ടിലാജിനസ് എൻഡോസ്കെലിറ്റൻ അഥവാ തരുണാസ്ഥി കൊണ്ടുള്ള ഒരു അസ്ഥികൂടമായി രൂപാന്തരപ്പെടുന്നു. അതുകൊണ്ടാണ് അവയെ കാർട്ടിലാജിനസ് ഫിഷസ് അഥവാ കോൺട്രിക്തസ് എന്ന് വിളിക്കുന്നത്. എവിടെയാണ് നമുക്ക് ഈ ജീവികളെ കാണാനായി സാധിക്കുക? ഇവയെല്ലാം തന്നെ സമുദ്രത്തിൽ ജീവിക്കുന്ന ജീവികളാണ്. These cartilaginous fishes are mainly marine in nature. These fishes have a streamlined body. വെള്ളത്തിലൂടെ നീന്തി തുടിച്ച്
വെള്ളത്തിൻ്റെ റെസിസ്റ്റൻസിനെ അതിജീവിച്ച് യഥേഷ്ടം സഞ്ചരിക്കാനായി അവയ്ക്കുള്ള അനുകൂലനമാണ് സ്ട്രീംലൈൻഡ് ബോഡി. These organisms are cold-blooded animals, or they are referred to as poikilotherms. What do you mean by poikilotherms? Poikilothermic organisms are those which cannot regulate their body temperature. സ്വന്തമായി ശരീര ഊഷ്മാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ജീവികളെയാണ് poikilotherms അഥവാ cold-blooded animals എന്ന് വിളിക്കുന്നത്. Their body temperature varies with that of the surrounding. ചുറ്റുപാടുമുള്ള ഊഷ്മാവ് മാറുന്നതിനനുസരിച്ച് സ്വന്തം ശരീരത്തിൻ്റെ താപനില അഥവാ ഊഷ്മാവ് മാറിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ജീവികളെയാണ് cold-blooded animals എന്ന് പറയുന്നത്. So what do you mean by cold-blooded or poikilothermic animals? Those animals which cannot regulate their body temperature, or those animals in which the body temperature goes on varying with changes in the surrounding environment. The mouth is ventral in position. വായ സ്ഥിതി ചെയ്യുന്നത് അടിഭാഗത്തായിട്ടാണ്. ഈ ജീവികളിൽ വായ വെൻട്രൽ പൊസിഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. Gill slits which help in respiration are not covered by operculum. ചെകിളമൂടി ഇല്ലാത്ത gill slits ആണ് ഇവയ്ക്ക് ഉള്ളത്. Gill slits are not covered by gill cover or operculum. These gill slits help in the process of respiration. ശ്വസനത്തിന് ഈ cartilaginous ഫിഷസിനെ സഹായിക്കുന്നത് gill slits ആണ്. The skin is very rough in nature. ഈ cartilaginous ഫിഷസിൻ്റെ ശരീരത്തിൽ പുറകിൽ നിന്ന് മുന്നിലേക്ക് കൈ ഒന്ന് ഓടിച്ചു നോക്കിയാൽ നമുക്കറിയാം പരുപരുത്ത തൊലിപ്പുറമാണ്, അല്ലെങ്കിൽ പരുപരുത്ത ഒരു പ്രതലത്തിലൂടെ കൈ ഓടിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. The skin is very rough in nature. Why is the skin rough? എന്തുകൊണ്ടാണ് ഈ സ്കിൻ ഇത്ര പരുപരുത്തതായത്? The skin is rough due to the presence of placoid scales. These fishes have teeth, and these teeth are actually the modification of placoid scales. ഈ ജീവികളിലെല്ലാം തന്നെ പല്ലുകളുണ്ട്. ഈ പല്ലുകൾ നേരത്തെ പറഞ്ഞ പ്ലക്കോയിഡ് സ്കെയിലുകളുടെ മോഡിഫിക്കേഷനാണ്, അഥവാ പ്ലക്കോയിഡ് സ്കെയിലിൻ്റെ രൂപാന്തരം കൊണ്ട് ഉണ്ടായതാണ് ഈ പല്ലുകൾ എല്ലാം. These animals are having very powerful jaws. വളരെ ശക്തിയുള്ള താടിയെല്ലുകളാണ് ഇവയ്ക്ക് ഉള്ളത്. അതുമാത്രമല്ല ഇരയെ വേട്ടയാടി പിടിച്ച് കടിച്ചു കീറി തിന്നുന്ന സ്വഭാവവും ഇതിൽ മിക്കവാറും ജീവികൾക്കെല്ലാം തന്നെ ഉണ്ട്. So the jaws are very powerful and these are predaceous animals. Jaws are very powerful and these are predaceous animals. Due to the absence of air bladder or swim bladder, these fishes have to swim actively in water to avoid sinking. ഇവയുടെ ശരീരത്ത് ഒരു എയർ ബ്ലാഡർ അഥവാ സ്വിം ബ്ലാഡർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവയ്ക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ ഇവ കണ്ടിന്യൂസ് ആയിട്ട് നീന്തിക്കൊണ്ടേയിരിക്കണം. What is there inside this air bladder or swim bladder? ഈ എയർ ബ്ലാഡറിൻ്റെ ഉള്ളിൽ വായുവാണുള്ളത്. ഈ വായു ഉള്ള എയർ ബ്ലാഡർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവയ്ക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിയുമായിരുന്നു. Heart is two-chambered with one auricle and one ventricle.
ഹൃദയത്തിന് രണ്ട് അറകളാണുള്ളത്, ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളും. As we have already learned, auricle is the upper chamber of heart and ventricle is the lower chamber of heart. These fishes have a heart which is two-chambered. Upper chamber is called the auricle and the lower chamber is called the ventricle. In these organisms, sexes are separate. അതായത് മെയിൽ ഫിഷും ഉണ്ട്, ഫീമെയിൽ ഫിഷും ഉണ്ട്. Sexes are separate in these organisms. In males, the pelvic fin carries a special structure called clasper, which acts as the copulatory organ. ആൺ മത്സ്യങ്ങളിലെ പെൽവിക് ഫിനിൽ ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ പേരാണ് ക്ലാസ്പർ. ഈ ക്ലാസ്പർ കോപ്പുലേറ്ററി ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് മെയ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനായിട്ട് ക്ലാസ്പർ ആക്ട് ചെയ്യുന്നു. ഫെർട്ടിലൈസേഷൻ ഇസ് ഇന്റേണൽ. വാട്ട് ഇസ് ഫെർട്ടിലൈസേഷൻ? ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്. മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്, അഥവാ ബീജ സംയോഗം എന്ന് അറിയപ്പെടുന്നത്. ഫെർട്ടിലൈസേഷൻ ഇസ് ഇന്റേണൽ. ദാറ്റ് മീൻസ് the fusion of male and female gamete occur within the body or inside the body of the organism. Now what about the development? Development is direct in nature. Development is direct in nature. That means there is no larval form during the course of development. Most of them are viviparous in nature. What do you mean by viviparous? Those organisms which can give birth to young ones are referred to as viviparous organisms. ഈ ഫിഷസ് എല്ലാം തന്നെ വിവിപാരസ് ആണ്, അതായത് അവ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. Moving on to examples from this class Osteichthyes. Examples include Scoliodon or dogfish. Torpedo or electric ray has got electric organs. ഈ ഇലക്ട്രിക് ഓർഗൻസിൻ്റെ പ്രത്യേകത എന്താണ്? They have got the ability to generate electric discharge. വൈദ്യുത തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഈ ടോർപിഡോയ്ക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക് റേയ്ക്ക് ഉണ്ട്. ട്രൈഗൺ or sting ray. ട്രൈഗൺ അഥവാ സ്റ്റിംഗ് റേയ്ക്ക് ഒരു വെനമസ് സ്റ്റിംഗ് ഉണ്ട്. അതിൻ്റെ വാലിൽ ഒരു വിഷം നിറഞ്ഞ മുള്ളുണ്ട്. അതുകൊണ്ടാണ് അതിനെ സ്റ്റിംഗ് റേ എന്ന് വിളിക്കുന്നത്. പ്രിസ്റ്റിസ് or sawfish. Carcharodon, great white shark. Moving on to the next class, that is class Osteichthyes or bony fishes. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവയ്ക്ക് ബോണി എൻഡോസ്കെൽറ്റൻ ആണുള്ളത്. അവർക്ക് എല്ലുകളാൽ നിർമ്മിതമായ അസ്ഥികൂടമാണ് ഉള്ളത്. മറ്റേ ക്ലാസ്സിൽപ്പെട്ട മത്സ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിഭാഗത്തിൽ സമുദ്രത്തിൽ കാണുന്ന മത്സ്യങ്ങളുമുണ്ട്, അതോടൊപ്പം ശുദ്ധജല മത്സ്യങ്ങളും ഉണ്ട്. മെറൈൻ as well as freshwater forms are seen in this particular class of organisms. The body is streamlined. It helps in avoiding resistance while swimming in water. The mouth is terminal in position. These organisms have got a terminal mouth. 4 pairs of gills which are covered with operculum or gill cover. ചെകിള മൂടിക്കൊണ്ട് മൂടപ്പെട്ട ആവരണം ചെയ്യപ്പെട്ട 4 ജോഡി ഗിൽസ് ആണ് ഇവയ്ക്കുള്ളത്.
What is the function of gills? Gills help in respiration. മത്സ്യങ്ങളിലെ ശ്വസന അവയവം gills ആണ്. The body or skin is covered with cycloid scales or ctenoid scales. The body is covered with cycloid scales or ctenoid scales. In the case of these fishes, air bladder or swim bladder is present. Air bladder or swim bladder contains air, and this air bladder helps the fish to float in water, or it gives buoyancy to the fish. ഈ വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളിൽ സ്വിം ബ്ലാഡർ അഥവാ എയർ ബ്ലാഡർ ഉള്ളത് കൊണ്ട് തന്നെ ഇവയ്ക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സാധിക്കുന്നു. Heart is two-chambered with one auricle and one ventricle. ഇവിടെയും ഹൃദയത്തിന് രണ്ടറകളാണ്. Upper chamber referred to as the auricle and lower chamber referred to as the ventricle. These organisms are cold-blooded or poikilothermic. നമ്മൾ നേരത്തെ കണ്ടതാണ്. They do not have the ability to regulate or control their body temperature. അതുകൊണ്ടാണ് അവരെ cold-blooded animals എന്ന് വിളിക്കുന്നത്. Here also sexes are separate. Fertilization is external in nature. What is external fertilization? Here, fertilization takes place outside the body of the organism, hence referred to as external fertilization. Here, most of these fishes are oviparous in nature. What do you mean by oviparous organisms? Those organisms which lay eggs are referred to as oviparous. ഈ മത്സ്യങ്ങളിൽ ഭൂരിഭാഗവും മുട്ടയിടുന്നവയാണ്. So they are referred to as oviparous. What about the development? Development is direct. Direct development means no larval form. Larval form ഇല്ലാത്ത type of development ആണ് direct development. Moving on to examples of bony fishes. Marine fishes. Exocetus or flying fish. Hippocampus or sea horse. Remora or sucker fish. Freshwater fishes. Catla or Indian carp. Labio or rohu. Clarius or mugger. Aquarium fishes. Betta or fighting fish. Pterophyllum, angel fish. Differences between cartilaginous fishes and bony fishes. As the name shows, cartilaginous fishes have an endoskeleton that is made up of cartilage. Bony fishes have an endoskeleton made up of bones. So the first difference is they are having a cartilaginous endoskeleton, whereas bony fishes have bony endoskeleton. Ventral mouth in the case of cartilaginous fishes, terminal mouth in the case of bony fishes. Ventral mouth in cartilaginous fishes, terminal mouth in bony fishes. Gills which are not covered by operculum in the case of cartilaginous fishes, whereas gills which are covered with operculum are seen in bony fishes. Swim bladder is absent in cartilaginous fishes, whereas swim bladder is present in bony fishes. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ചില കോർഡേറ്റുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അവയ്ക്ക് അവയുടെ ജീവിതചക്രം പൂർത്തിയാക്കണമെങ്കിൽ വെള്ളം കൂടിയേ തീരൂ. നിങ്ങൾ കുറേ പേർക്കെങ്കിലും മനസ്സിലായി കാണും ഞാൻ ഏത് ജീവിയെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന്.
മനസ്സിലാകാത്തവർക്ക് വേണ്ടി നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. All of you might have watched this video. Now tell me, which organisms did you see in that video and to which class does it belong to? അതെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. തവളകളും സാലമാൻഡറും ഒക്കെ അടങ്ങിയ കുറേ ജീവികളുടെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഏത് ക്ലാസ്സിൽപ്പെട്ടവയാണ്? They belong to class Amphibia. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംഫിബിയൻസിനെ കുറിച്ചാണ്. Amphi means dual and bios means life. Dual life, രണ്ട് തരത്തിലുള്ള ജീവിത ചര്യ അല്ലെങ്കിൽ ജീവിത ചക്രം കാണിക്കുന്ന ജീവികളാണ് ആംഫിബിയൻസ്. ആംഫി മീൻസ് dual അല്ലെങ്കിൽ രണ്ട്. Bios means life. Amphibians are those organisms which can live both on land as well as in water. They can live in terrestrial habitat as well as aquatic habitat. ശരിക്കും ആംഫിബിയൻസ് എന്ന് പറഞ്ഞാൽ those organisms that need water to complete their life cycle. അവരുടെ ജീവിതചക്രം പൂർത്തിയാക്കുവാൻ വെള്ളം അഥവാ ജലം ആവശ്യമായ ജീവികളാണ് ആംഫിബിയൻസ് എന്ന് അറിയപ്പെടുന്നത്. Most of the amphibians have two pairs of limbs. Amphibians have two pairs of limbs. അതുകൊണ്ടാണല്ലോ അവയെ ടെട്രാപോഡ് എന്ന വിഭാഗത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. Body is divisible into head and trunk. തവളയുടെ ശരീരമൊക്കെ നോക്കിയാൽ അവിടെ നമുക്ക് രണ്ട് ബോഡി ഡിവിഷൻസ് കാണാം. ഒന്ന് ഹെഡ് റീജിയൻ, മറ്റൊന്ന് ട്രങ്ക് റീജിയൻ. അതേ വിഭാഗത്തിൽപ്പെട്ട ഈ ആംഫിബിയയിൽ തന്നെ പെട്ട സാലമാൻഡർ പോലെയുള്ള ജീവികളിൽ ദ ബോഡി ഈസ് ഡിവിസിബിൾ ഇൻടു 3 പാർട്സ്. ദാറ്റ് ഈസ് ഹെഡ്, ട്രങ്ക് ആസ് വെൽ ആസ് ടെയിൽ. തവളയ്ക്ക് വാലില്ല, എന്നാൽ സാലമാൻഡറിനാകട്ടെ വാല് ഉണ്ട് താനും. The body is divisible into head and trunk, but in some cases like salamander, the body is divisible into head, trunk as well as tail. Skin is very moist and there are no scales in the skin. The skin is slimy and moist without any scales. The eyes carry eyelids. കണ്ണിന് കൺപോളകളുണ്ട്. In these organisms, ear is represented by the tympanum. വെറും ടിംപാനമാണ് ഇവയുടെ ഹിയറിംഗ് ഓർഗൻ എന്ന് പറയുന്നത്. ടിംപാനം represents the ear in these group of animals. Alimentary canal, urinary tract as well as reproductive tract open into a common chamber called the cloaca. ഇവയുടെ alimentary canalum, reproductive tractum, urinary tractum, അതായത് ഇവയിൽ നിന്നുള്ള കുഴലുകളെല്ലാം തന്നെ ഒരു കോമൺ ചേംബറിൽ, ഒരു പൊതുവായ അറയിലേക്കാണ് തുറക്കുന്നത്. ഈ അറയുടെ പേരാണ് ക്ലോയേക്ക. Respiration is by gills, lungs or skin. വെള്ളത്തിലായിരിക്കുമ്പോൾ gills function as the respiratory organ. കരയിൽ ജീവിക്കുന്നവയിൽ lungs serves as the respiratory organ, and in some cases like frog, skin serves as the respiratory organ. I repeat, skin, lungs and gills serve as the respiratory organ. ഇവയുടെ ശ്വസന അവയവങ്ങൾ ഗിൽസ് ആകാം, ലങ്സ് ആകാം, അല്ലെങ്കിൽ സ്കിന്നും ആകാം. Heart is 3-chambered
with 2 auricles and 1 ventricle. ഹൃദയത്തിന് 3 അറകളുണ്ട്, 2 ഓറിക്കിളും 1 വെൻട്രിക്കിളും. Sexes are separate. Fertilization is internal or external. അതായത് ബീജസംയോഗം ശരീരത്തിന് ഉള്ളിലോ പുറമേയോ ആണ് നടക്കുക. These organisms are oviparous in nature. Oviparous means egg-laying organisms. ഇവയെല്ലാം തന്നെ മുട്ടയിടുന്ന ജീവികളാണ്. Development is indirect. That means there will be a larval form during development. നമുക്കറിയാം തവളയുടെ ജീവിതചക്രത്തിൽ ടാഡ്പോൾ അഥവാ ലാർവൽ ഫോം ഉണ്ട്. ഈ ലാർവൽ ഫോം വളർന്നാണ് അഡൽട്ട് ഫ്രോഗായി മാറുന്നത്. That is, development is indirect in nature. Examples of this class: bufo or toad, rana frog, hyla tree frog, rhacophorus flying frog, salamandra salamander, ichthyophis limbless amphibian. ഇന്ന് നാം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ക്ലാസ് കോൺട്രിക്ടസിൻ്റെ ക്യാരക്ടേഴ്സ്, ക്ലാസ് ഓസ്റ്റിക്ടസിൻ്റെ ക്യാരക്ടേഴ്സ്, ആംഫിബിയയുടെ ക്യാരക്ടേഴ്സ്. ക്ലാസ് കോൺട്രിക്ടസിന് എയർ ബ്ലാഡർ അഥവാ സ്വിം ബ്ലാഡർ ഇല്ലാത്തത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതേസമയം ബോണി ഫിഷസിന് എയർ ബ്ലാഡർ അഥവാ സ്വിം ബ്ലാഡർ ഉള്ളത് കൊണ്ട് അവയ്ക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിയുന്നു. കോൺട്രിക്ടസിൽ ഓപ്പർക്കുലം ഇല്ല, അതേസമയം ഓസ്റ്റിക്ടസിൽ ഓപ്പർക്കുലം ഉണ്ട് തുടങ്ങി ധാരാളം ക്യാരക്ടേഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ സ്വന്തം ജീവിതചക്രം പൂർത്തിയാക്കാൻ ജലം ആവശ്യമുള്ള കുറേ ജീവികളെക്കുറിച്ചും നമ്മൾ പഠിച്ചായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതേണ്ടതായിട്ടുണ്ട്. പ്ലീസ് നോട്ട് ഡൗൺ ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ആർ spices adapted for their aquatic life? How are spices adapted for their aquatic life? Aquatic ലൈഫിന് വേണ്ടിയുള്ള മത്സ്യങ്ങളുടെ അനുകൂലനങ്ങൾ എഴുതുക. Second question: why are amphibians, reptiles, aves and mammals called tetrapods? Why are amphibians, reptiles, aves and mammals called tetrapods? Amphibia, reptilia, aves and mammalia ഇവയെ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനാണ് അവയെ ടെട്രാപോഡുകൾ എന്ന് വിളിക്കുന്നത്? Third question: enumerate the characteristic features of Chondrichthyes, Ostichthys and Amphibia. Enumerate the characteristic features of Chondrichthyes, Ostichthys and Amphibia. Fourth question: pick out the wrong pair and correct it. First one, salamander, Urochordata. Second one, Amphioxus, Cephalochordata. Third one, Carcharodon, Chondrichthyes. Fourth one, Bufo, Amphibia. ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതി നിങ്ങളുടെ അധ്യാപകർ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പോലെ ചെയ്യുക. സംശയ ദൂരീകരണത്തിനായി നിങ്ങളുടെ അധ്യാപകരുടെ സേവനം നിങ്ങൾക്ക് തേടാവുന്നതാണ്. വീണ്ടും ഒരു പുതിയ ക്ലാസ്സിൽ നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.